ഹായ്, നമുക്കിന്ന് കളർ പേപ്പർ യൂസ് ചെയ്ത് എങ്ങനെ ഒരു പൂമ്പാറ്റയെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല വിവിധ നിറത്തിലുള്ള പേപ്പറുകൾ യൂസ് ചെയ്ത് പേപ്പർ കൊണ്ടുള്ള പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പേപ്പർ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് 10x10 ആണ് എടുത്തിരിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 10 സെൻറ്റിമീറ്റർ അടുത്ത്. നമുക്ക് പേപ്പർ എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം, ക്വാളിറ്റി അനുസരിച്ച് എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ നൈസായിട്ടുള്ള പേപ്പേഴ്സ് എടുക്കണമെന്ന് വെച്ചാൽ അത് ഫോൾഡ് ചെയ്യുമ്പോഴൊക്കെ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതേപോലുള്ള ഡൈ പേപ്പേഴ്സ്, ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഡൈ പേപ്പേഴ്സ് അല്ലെങ്കിൽ ചാർട്ട് പേപ്പേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ക്രോസായി ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നന്നായി ഫോൾഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 4 കോർണേഴ്സും നന്നായി ഫോൾഡായിട്ട് വരുന്ന രീതിയിൽ മടക്കുക. അതിനുശേഷം നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറായിരിക്കും കിട്ടുക. 2 സൈഡ് ഉള്ളിലേക്ക് മടങ്ങി ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഈ കോർണേഴ്സ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഒരു പൂമ്പാറ്റയുടെ ചിറകായിട്ട് വരുന്നതാണ് ഈ കോർണേഴ്സ്. അപ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ തന്നെ ചെയ്യാം. കോർണേഴ്സ് എഡ്ജെല്ലാം കറക്റ്റായിട്ട് നല്ല ചാർട്ട് കട്ടിയുള്ള പേപ്പറാണെങ്കിൽ കറക്റ്റായി കിട്ടും. നൈസായിട്ടുള്ള നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കീറാനോ അല്ലെങ്കിൽ ചുളുങ്ങാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്ത് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ ഒരു എഡ്ജ് തിരിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 ലെങ്ത്തും സെയിം ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ തിരിച്ച് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും, ഒരു ഭംഗി കിട്ടില്ല. കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സൈഡും കറക്റ്റായിട്ട് ഒരേ ലെങ്ത്തിൽ വരണം. ദെൻ ഇതിൻ്റെ അതർ എഡ്ജ് മടക്കി കഴിഞ്ഞാൽ ബാക്കി വന്ന എഡ്ജ് തിരിച്ച് ഫോൾഡ് ചെയ്യണം. ജസ്റ്റ് ഇതേപോലെ തിരിച്ച് ഫോൾഡ് ചെയ്ത് ബാക്കിലോട്ട് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത് നിർത്താം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്ലൂ യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായി യൂസ് ചെയ്യാം. അതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ജസ്റ്റ് അതിനൊന്ന് പിടിച്ച് തിരിച്ച് കറക്റ്റ് ഒറിജിനാലിറ്റി കൊടുക്കുന്ന രീതിയിൽ അതിനെ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലാണ് ഇതേപോലുള്ള പേപ്പർ കൊണ്ടുള്ള ഫ്ലവേഴ്സ്, പൂമ്പാറ്റകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.